ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. അപ്പൊ ഇന്ന് നമ്മുടെ 22ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസസ് ഓഫ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? എയും ആനും. അതിന്റെ യൂസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ആർട്ടിക്കിൾസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസ് ആർ അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നാമവിശേഷണങ്ങളാണ്. നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോ ആർട്ടിക്കിൾസ് എന്ന് പറയാൻ എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. പിന്നെ നമ്മൾ പഠിച്ച എത്ര തരം ആർട്ടിക്കിൾസ് ആണെന്ന് പറയും. ആർട്ടിക്കിൾസ് രണ്ടു തരം: ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? എയും ആനും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ഇതാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ശരി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയും ആനും. അതിനെ എന്തൊക്കെയാണ് അതിന്റെ യൂസസ്? ഇത്ര മാത്രമേ ഉള്ളൂ. ആ യൂസസ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. വളരെ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്? ആർട്ടിക്കിൾസ് ആർ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. ശരി, ഇപ്പൊ നാമത്തിന് മുമ്പിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ശരി, ഇനി ഒരു കാര്യമാണ് നമ്മൾ പറയാം. എ ആൻഡ് ആൻ എന്ന് പറയുന്നത് എപ്പോഴും നൗണിന്റെ മുമ്പിലാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയുള്ള നൗണിന്റെ മുമ്പിലാണ് ഉപയോഗിക്കുന്നത് നോക്കുക. എയുടെ ആന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്ന്. എയുടെ ആന്റെ അർത്ഥം ഒന്ന് എന്നാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 1, 2, 3, 4 എന്ന് പറയുന്നതെല്ലാം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ്. അപ്പൊ എയുടെ ആനിന്റെ അർത്ഥം ഒന്ന് എന്നാണെങ്കിൽ അത് കൗണ്ട് ചെയ്യാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ എങ്ങനെയുള്ള നാമത്തിന് മുമ്പിലേ നമ്മൾ ഉപയോഗിക്കാവൂ? കൗണ്ടബിൾ നൗണിന്റെ മുമ്പിലേ ഉപയോഗിക്കാവൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ പറഞ്ഞ എണ്ണാൻ കഴിയുന്ന എല്ലാ നാമത്തിന്റെ മുമ്പിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല? ഒന്നിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്നിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? സിംഗുലർ എന്ന് പറയും. ശരിയല്ലേ? അപ്പോ എയോ ആനോ ഉപയോഗിക്കേണ്ട എപ്പോഴും സിംഗുലർ ആയിരിക്കണം. കൗണ്ടബിൾ നൗൺ ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. സോ എ ആൻഡ് ആൻ ഷുഡ് ബി യൂസ്ഡ് ഓൺലി ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ. ശരിയല്ലേ? എല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം ഓർത്തിരുന്നാൽ SC എന്നു ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. സിംഗുലർ കൗണ്ടബിൾ നൗൺ. ശരി, അപ്പൊ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒന്ന് എന്ന് പറയാൻ ഉപയോഗിക്കും. അപ്പൊ വാട്ട് ഈസ് ദി യൂസ് ഓഫ് എ ഓർ ആൻ? ദി ഫസ്റ്റ് യൂസ് ഈസ് ടു സേ അബൌട്ട് വൺ തിങ്. ഒരു സാധനത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. എയും ആനും എവിടെയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്താണ്? വവൽ സൗണ്ട് ആണെങ്കിൽ അതിന് മുമ്പിൽ ആൻ ഉപയോഗിക്കണം. ശരി, കൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അതിന്റെ മുമ്പിൽ എ ഉപയോഗിക്കണം. ശരിയാണല്ലോ? ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എ ഓർ ആനിന്റെ ആദ്യത്തെ ഉപയോഗം എന്താന്ന് ചോദിച്ചാൽ ഒന്ന് എന്ന് പറയാം, അല്ലേ? നോക്കാം. ഹി ഹാസ് എ കാർ. ഹി ഹാസ് എ കാർ. ഇവിടെ ഞാൻ പ്രൊനൗൺസിയേഷനെ പറ്റി ഒന്നും പറയുന്നില്ല. അത് നമുക്ക് സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ സംസാരിക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സാധാരണ രീതിയിൽ സംസാരിച്ചു പോകാം. ഹി ഹാസ് എ കാർ. ശരിക്കും പ്രൊനൗൺസ് ചെയ്യാണ് ഹി ഹാസ് എ കാർ എന്നാണ് പറയുന്നത്. നമ്മൾ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രൊനൗൺസിയേഷനിലേക്ക് തറയുന്നില്ല. നമ്മൾ സ്പീച്ചിലേക്ക് വരാൻ നമ്മൾ സംസാരിക്കും. അപ്പൊ ഹി ഹാസ് എ കാർ. ശരി, എത്ര കാറുണ്ട്? ഒരു കാർ. ഒറ്റ കാറേ ഉള്ളൂ. അപ്പൊ ഒരെണ്ണത്തിന്റെ കാര്യം പറയും. അപ്പൊ നമ്മൾ കാറിനെ നോക്കാൻ നൗണാണ്. ശരിയല്ലേ? കാർ എന്ന് പറയാൻ നൗണാണ്. എന്തുകൊണ്ട്? നൗൺ ഈസ് ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. കാർ എന്ന് പറയുന്ന തിങ് ആണ്, ഒരു സാധനത്തിന്റെ പേരാണ്. കാർ എന്ന് പറയുന്ന നൗണാണ്. അപ്പൊ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട എവിടെയാണ്? നൗണിന്റെ മുമ്പിലാണ് ഉപയോഗിക്കേണ്ടത്. നൗണിന്റെ മുമ്പിലാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. എ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? സി. ശരിയല്ലേ? കൺസണന്റ് സൗണ്ട് ആണ്. എന്ന് തുടങ്ങാം. കൺസണന്റ് സൗണ്ട് ആണ്. കൺസണന്റ് സൗണ്ടിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവും? എ ഉപയോഗിക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പൊ കാർ എന്ന് പറയുന്ന നൗണാണ്. നൗണിന്റെ മുമ്പിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൗൺ എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത് കൺസോണന്റ് സൗണ്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എ. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കാർ എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. ഒരു കാറ്, 2 കാറ്, 3 കാറ്, 4 കാറ് നമുക്ക് കൗണ്ട് ചെയ്യാം. ശരിയല്ലേ? 1 അരി, 2 അരി, 3 അരി, 4 അരി എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. ശരിയല്ലേ? ഒരു തേങ്ങ, ഒരു മാങ്ങ, ഒരു ചക്ക, ഇതെല്ലാം നമുക്ക് കൗണ്ടബിൾ ആണ്. ശരിയാ? ഒരു പാല്, ഒരു ചായ. ഒരു പാല്, ഒരു ചായ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ചായ തരാൻ പറഞ്ഞാൽ നമുക്കറിയാം 1 കപ്പ് ചായയാണ് തരുന്നത്. പക്ഷെ അവിടെ 1 കപ്പ് ചായയുടെ കാര്യമാണ്. പക്ഷെ ചായ എന്ന മാത്രം അത് അളന്നാണ് എടുക്കുന്നത്. പാത്രത്തെ അളന്നാണ് നമ്മൾ മേടിക്കുന്നത്. 500 ml ഓഫ് മിൽക്ക്. ശരിയല്ലേ?
ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം അതല്ല കൗണ്ടബിൾ അല്ല, അളന്നെടുക്കുന്നതുകൊണ്ട് കൗണ്ടബിൾ അല്ല, എണ്ണി എടുക്കുന്നതാണ് കൗണ്ടബിൾ. അപ്പൊ കാർ എന്ന് പറയുന്നത് എണ്ണി എടുക്കാവുന്നതാണ്, അപ്പൊ കൗണ്ടബിൾ നൗൺ ആണ്. കാർ എന്ന് പറഞ്ഞ കാഴ്സ് എന്നല്ല പറഞ്ഞ, പ്ലൂറലല്ല പറഞ്ഞ, ബഹുവചനത്തിലല്ല പറഞ്ഞ, കാറ് ഒരെണ്ണം. ശരിയല്ലേ? അപ്പൊ സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ നൗൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ആ കണ്ടീഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ കണ്ടീഷൻ മാത്രം മനസ്സിലായി. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എയോ ആനിന്റെ അർത്ഥമായ ഒന്ന് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. ഹരി ഹാസ് എ ബ്രൗൺ പെൻ. ശരി, ഹരി ഹാസ് എ ബ്രൗൺ പെൻ. ഹരിയുടെ എത്ര പേനുണ്ട്? ഒറ്റ പേന. ശരിയല്ലേ? എ പെൻ. പക്ഷെ നമ്മൾ നോക്കി എ ബ്രൗൺ പെൻ. അപ്പൊ ബ്രൗൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ, ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി നെക്സ്റ്റ് വേർഡ്, ദി സൗണ്ട് ഓഫ് ദി നെക്സ്റ്റ് വേർഡ്. എപ്പോഴും അതിന്റെ ഉച്ചാരണം എ ആണോ ആനാണോ എന്ന് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ അറിയുന്ന എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ അവിടുത്തെ നൗണിന്റെ ആദ്യത്തെ സൗണ്ട് അല്ല നോക്കുന്നത്, പിന്നെയോ ആ ആർട്ടിക്കിൾ എവിടെയാണോ ചേർക്കുന്നത്, എയോ ആനോ എവിടെയാണോ ചേർക്കുന്നത് അതിന് തൊട്ടടുത്ത് വരുന്ന സൗണ്ട് ഏതാണ് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ബ്രൗണിന്റെ സൗണ്ട് ബ എന്ന് പറയുന്നത് ഒരു കൺസണന്റ് സൗണ്ട് ആണ്, അത് നമ്മൾ എ ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ പേന എത്രണ്ണേ ഉള്ളൂ? ബ്രൗൺ ആണ്, പേനയുടെ കളർ ബ്രൗൺ ആണ്, പക്ഷെ പേന എത്രയേ ഉള്ളൂ? നൗൺ എന്ന് പറയുന്നത് പെന്നാണ്, പെൻ എത്രണ്ണേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. സോ വി ക്യാൻ സേ ഇവിടെ നമ്മൾ എ എന്ന് ഉപയോഗിച്ചത് ശരിയാണ്. ആൻ ഉപയോഗിച്ചാലേ അങ്ങനെയാണ്, ശരിയല്ലേ? ദി ടെമ്പിൾ ഹാസ് an elephant. അമ്പലത്തിൽ ഒരു ആനയുണ്ട്, ശരിയല്ലേ? ദി ടെമ്പിൾ ഹാസ് ആൻ എലിഫന്റ്. അപ്പോ എലിഫന്റ് എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ എ വോവൽ സൗണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്, ആൻ ചേർത്ത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ആൻ, എ എല്ലാവരും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് എന്നുള്ള അർത്ഥത്തിനാണ്, ഒരു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ദ ഫസ്റ്റ് യൂസ് ഈസ് ഫോർ വൺ, അല്ലെ? എ ഓർ ആനിന്റെ ഫസ്റ്റ് യൂസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വൺ, ശരിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത യൂസ് എന്താന്ന് നോക്കാം. അടുത്ത യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒന്ന്. ആദ്യമേ നമ്മൾ പറഞ്ഞ എന്താ? ഒന്നെന്നാ പറഞ്ഞു. എനി വൺ, ഏതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒന്ന്, അതാണ് നമ്മൾ പറയുന്നത്. എനി വൺ. ഞാൻ എനി വൺ അല്ല ഏത്, എനി വൺ വേറെ വേറെ അല്ലേ? ഏതെങ്കിലും ഒന്ന്, ഒരുപാട് എണ്ണം ഉണ്ട്, അല്ല ഏതോ ഒന്ന്, ശരിയല്ലേ? ഏതോ ഒന്ന്, ഇതാണ് സെക്കൻഡ് യൂസ്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമുക്കൊരു അവസരം പരിശോധിക്കാം. നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ആരോ വന്ന് നമ്മളെ ഡോർബെല്ലിനകത്ത് ഞെക്കി. സൗണ്ട് കേട്ടപ്പോ അച്ഛൻ നമ്മളോട് പറഞ്ഞു അത് ആരാന്ന് നോക്കിയത്. അപ്പൊ നമ്മൾ വെളിയിൽ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞ് അച്ഛ മഹേഷ് അവിടെ നിൽക്കുന്നു, മഹേഷ് ഈ സ്റ്റാൻഡിങ്. എന്തുകൊണ്ടാണ് മഹേഷ് അവിടെ സ്റ്റാൻഡിങ്, മഹേഷ് ഈ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ എന്താ? ഈ നോക്കാൻ പോയ ആളിന് മഹേഷിനെ അറിയാം. അതുകൊണ്ട് അയാൾ വന്ന് അച്ഛനോട് പറഞ്ഞു മഹേഷ് ഈ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു. അവസാനം മനസ്സിലായല്ലോ? ഡോർബെൽ അടിക്കുന്നു, അച്ഛൻ മോളുടെ അടുത്ത് പറയുന്നു വെളിയിൽ പോയി നോക്കാൻ പറയുന്നു. മോള് വെളിയിൽ പോയി നോക്കുമ്പോൾ മഹേഷ് അവിടെ നിൽക്കുന്നു. മഹേഷ് ആണെന്ന് മോക്കറിയാം, മോൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് മഹേഷ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. മോള് വെളിയിൽ ചെല്ലുന്നുണ്ടെ അവിടെ നിൽക്കുന്ന ആളിനെ മോക്ക് അറിഞ്ഞൂടാ, മോക്ക് അറിഞ്ഞൂടാ അതാരാണ്. അപ്പൊ മോൾ അയാളോട് ചോദിച്ചു എന്താ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ മഹേഷ് ആണെന്ന് പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞേ? ഞാൻ മഹേഷ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പറയാൻ പോകുന്ന ആളിൽ എന്താ അറിഞ്ഞൂടാ? ആരാണെന്ന് അറിഞ്ഞൂടാ, ഒരു മഹേഷ് ആണെന്ന് അറിയാം. ഏത് മഹേഷ് ആണെന്ന് അറിഞ്ഞൂടാ, ഒരു മഹേഷ് ആണെന്ന് അറിയാം. ഇതാണ് സിറ്റുവേഷൻ. ആദ്യത്തെ സിറ്റുവേഷനിലെ മഹേഷ് ആരാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു, ശരിയല്ലേ? പക്ഷെ ഇവിടുത്തെ കണ്ടീഷനിലെ മഹേഷ് ആരാണ് എന്ന് അവർക്ക് അറിഞ്ഞൂടാ. മഹേഷ് ആരാണ് എന്ന് അറിയാൻ വയ്യ എങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? ഏതോ ഒരു മഹേഷ് അവിടെ വെളിയിൽ നിൽക്കുന്നു,
ശരിയല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞ എങ്ങനെ പറയാം? എ മഹേഷ് ഈസ് ഔട്ട്സൈഡ് ദയർ, അല്ലേ? എ മഹേഷ്, മഹേഷ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്, അതിൽ ഏതോ ഒരു മഹേഷ്, ശരിയല്ലേ, അവിടെ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ ഉപയോഗിച്ചു? എ മഹേഷ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പർ നൗണിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിളിനെ ഉപയോഗിക്കത്തില്ല. പ്രോപ്പർ നൗണിന്റെ മുമ്പില് ആർട്ടിക്കിളിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ എ മഹേഷ് എന്ന് ഉപയോഗിച്ചപ്പോ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ലേ? ആണ്. അതാണ് ഞാൻ പറയാം, ചില സിറ്റുവേഷനില് നമ്മൾ ഏതോ ഒന്നെന്ന് പറയാനല്ല അവിടെ ഉപയോഗിച്ചത്, ഏതോ ഒന്ന് എന്ന് വെച്ചാൽ there are many of them, out of that one of them is here. ശരിയല്ലേ? എനി വൺ, അതാണ് അവിടെ പറയുന്നത്, ഏതോ ഒന്ന് അവിടെ വന്ന് നിൽപ്പുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്ന് എഴുതി നോക്കാം. എ മഹേഷ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. എ മഹേഷ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ മഹേഷ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് മഹേഷ് എ മഹേഷ് എന്ന് പറയുന്നത് ചോദിച്ചാൽ, ടു സേ ദാറ്റ് ഇറ്റ് ഈസ് അബൌട്ട് സംവൺ ഓഫ് ഹൂം ദി സ്പീക്കർ ഡസന്റ് നോ. സ്പീക്കർക്ക് അറിയില്ല ധാരാളം ആരോ ഒരാളാണ് എന്ന് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതോ ഒരു മഹേഷ് ആണത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ഉപയോഗിച്ചത്? ആർട്ടിക്കിൾ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ് ബിഫോർ പ്രോപ്പർ നൗൺസ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് വേ, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് സം പേഴ്സൺ ഓഫ് ഹൂം ദി സ്പീക്കർ ഡസന്റ് നോ, അല്ലെ? സ്പീക്കർക്ക് അറിയില്ല അത് ആരാണ് എന്നുള്ളത്. അപ്പൊ അവിടെ അൺസർട്ടനിറ്റി വന്നപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? അല്ലെങ്കിൽ ടു സേ ഓഫ് എനി വൺ ഓഫ് ദി മഹേഷ് ഓർ എ പേഴ്സൺ ഓഫ് ഹൂം ദി സ്പീക്കർ ഡസന്റ് നോ, അങ്ങനെ അറിയാൻ വയ്യാത്ത ഒരാളിന്റെ കാര്യം പറയാനായിട്ട് നമുക്ക് പ്രോപ്പർ നൗണിന്റെ കൂടെ വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഒരു ആർട്ടിക്കിൾ എ ഓർ ആൻ ഉപയോഗിക്കാം. സൗണ്ട് നോക്കി. എങ്ങനെയാ സൗണ്ട് നോക്കുന്നത്? ഇവിടെ കൺസോണന്റ് സൗണ്ട് ആണ് എ ഉപയോഗിച്ചത്, വവൽ സൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ആൻ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് എനി വൺ ഓഫ് ദം ആയിട്ട് മാറും, ഏതോ ഒരാളായിട്ട് അത് മാറും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഉപയോഗം. അപ്പൊ ആദ്യത്തെ ഉപയോഗം നമ്മൾ പറഞ്ഞു ഒന്നെന്ന് പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഏതോ ഒന്നെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടെണ്ണം ആയി. ഇനി അടുത്തത് നമ്മൾ നോക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എ ഓർ ആനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്തിനാ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ദിയെ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നില്ല. ദ എന്ന് പറയുന്നതിന് ഒരിക്കലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല, അത് സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് ഉപയോഗിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അപ്പൊ ആദ്യമേ നമ്മൾ ഒന്നെന്ന് പറഞ്ഞു, പിന്നെ ഏതോ ഒന്നെന്ന് പറഞ്ഞു, ഇനി അടുത്ത നമ്മൾ പറയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഹരി ഈസ് എ ടീച്ചർ. ഹരി ഈസ് എ ടീച്ചർ. അപ്പൊ ഹരി ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഹരി ഈസ് എ ടീച്ചർ എന്ന് ആ എ എന്ന് പറയുന്ന സാധനം എന്താണ്? ഹരി ഒരു ടീച്ചറാണ്, നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഹരി എന്താണ്? ഹരി ഒരു ടീച്ചറാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അടുത്തതായത്. ദിസ് ഈസ് ആൻ എലിഫന്റ്. ഇതൊരു ആനയാണ്. ശരി, ഇതെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ മൂന്നാമത്തെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഒന്ന്, ഏതോ ഒന്ന്, മൂന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് അടുത്തതിനകത്തേക്ക് പോകാം. അപ്പോ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നല്ലപോലെ ഓർമ്മയുണ്ടായിരിക്കും. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ ഒന്നെന്ന് ഉപയോഗിക്കാം, രണ്ടാമത്തെ പറഞ്ഞ് ഏതോ ഒന്നെന്ന് ഉപയോഗിക്കാം, മൂന്നാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയെല്ലാം പറയാൻ പോകുന്നത് നല്ല രസകരമായ വേറൊരു സാധനമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഈ സെന്റൻസ് നോക്കുക. ഐ ആം ഗോയിങ് ഫോർ വാക്ക്. ഈ സെന്റൻസിനകത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഗോ എന്ന് പറയുന്നൊരു വെർബുണ്ട്, വാക്ക് എന്ന് പറയുന്നൊരു വെർബുണ്ട്. ഇത് നമ്മൾ പഠിച്ചില്ല. ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നത്. പ്രിപ്പോസിഷൻ പഠിക്കാത്തതുകൊണ്ടാണ്. പ്രിപ്പോസിഷൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എല്ലാം തിരിച്ചു വരും.
അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാം പരിചയപ്പെട്ടിട്ടില്ല, കുറച്ചേ പരിചയപ്പെട്ടുള്ളൂ. പരിചയപ്പെട്ടതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നതുകൊണ്ട് ചില പരിമിതികളുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്. പക്ഷെ ഇത് ഞാൻ ആദ്യമേ എഴുതാതിരുന്നത് എന്താന്ന് വെച്ചാൽ ചില കാരണങ്ങളുണ്ട്. നമുക്ക് ആലോചിച്ച് നോക്കാം, ഈ സെന്റൻസിനകത്ത് ഗോ എന്ന് പറയുന്ന ക്രിയ ഉണ്ട്, വാക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. രണ്ട് ക്രിയ, ശരി, രണ്ടെണ്ണം ക്രിയ. ഏതൊക്കെയാ? വാക്ക് എന്ന് പറയുന്ന ക്രിയയാണ്, പിന്നെ ഗോ എന്ന് പറയുന്ന ക്രിയ. അപ്പൊ ഒരു സെന്റൻസിനകത്ത് രണ്ട് ക്രിയ വരാനൊക്കത്തില്ല, ഒരു കാരണവശാലും വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞ് ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. ശ്രദ്ധിച്ചേക്ക, ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നിങ്ങൾ ആലോചിച്ചോണം. പ്രീ എന്ന് വെച്ചാൽ മുമ്പെന്ന അർത്ഥം, പൊസിഷൻ എന്ന് വെച്ചാൽ സ്ഥാനം എന്നർത്ഥം. അപ്പൊ പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ അതൊരു സ്ഥാനമാണ്. ഏത് സ്ഥാനമാണ്? നാമത്തിന് മുമ്പ് വരുന്ന ഒരു സ്ഥാനമാണ്. അതായത് അർത്ഥം പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ നാമം ഉപയോഗിച്ചിരിക്കണം. പ്രിപ്പോസിഷൻ കഴിഞ്ഞാല് നാമം ഉപയോഗിക്കണം, വെർബ് കഴിഞ്ഞാലും നാമം ഉപയോഗിക്കാം. അപ്പൊ വെർബ് കഴിഞ്ഞാലും പ്രിപ്പോസിഷൻ കഴിഞ്ഞാലും നാമം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏതേ ഉപയോഗിക്കാവും? ഒബ്ജക്റ്റീവ് ഉപയോഗിക്കാവും. അത് നമുക്ക് പിന്നെ പറയാം. ഒബ്ജക്റ്റീവ് കേസ് നമ്മൾ നൗൺ പഠിച്ചാണ്. അത് ഞാനിപ്പോ കൂടുതൽ പറയാത്തത് എന്താ വെച്ചാൽ പ്രിപ്പോസിഷനും വെർബിന് ശേഷം നൗണിന്റെ ഒബ്ജക്റ്റ് ഫോം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം. ഫോർ എന്ന് പറയാൻ പ്രിപ്പോസിഷൻ. ആ പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ നൗൺ വരണം. നൗൺ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? അതിന് മുമ്പായിട്ട് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നൗണിന് മുമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾക്കൊരു കാര്യം അറിയാം, ഇവിടെ ഫോർ കഴിഞ്ഞാൽ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ക്രിയയാണ്. അപ്പൊ പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല? ക്രിയ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ത് ഉപയോഗിക്കണം? നാമം ഉപയോഗിക്കണം. അപ്പൊ നാമം എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ക്രിയയെ നാമമാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, നമ്മൾ ഇനി പഠിക്കും. അതിൽ ഒരു മാർഗം എന്താന്ന് ചോദിച്ചാൽ, ആ ക്രിയയുടെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർത്ത് കൊടുത്താൽ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എടുത്ത്? എ വാക്ക്. അപ്പൊ ഈ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നതിന് നമ്മളൊരു വേർഡിന്റെ മുമ്പിൽ ചേർക്കുമ്പോൾ അതെന്തായിട്ട് മാറും? അതൊരു നൗൺ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ ആം ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയുമ്പോ ഇവിടുത്തെ വാക്ക് എന്ന് പറയുന്നതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർത്തത് കൊണ്ട് ഈ വാക്ക് എന്ന് പറയുന്ന ക്രിയ എന്തായിട്ട് മാറി? ഒരു നൗണിന്റെ ബിഹേവിയർ കാണിക്കും, നൗണിന്റെ സ്വഭാവം കാണിക്കും. അപ്പോ ഈ പറഞ്ഞുകൊണ്ട് വന്ന നാലാമത്തെ യൂസ് എന്താന്ന് ചോദിച്ചാൽ, ഒരു സെന്റൻസിനകത്ത് ക്രിയയെ നാമമായി മാറ്റുന്നതിന്, അല്ലെ ക്രിയയുടെ ഒരു നാമത്തിന്റെ സ്വഭാവം കാണിക്കത്തക്ക രീതിയിലേക്ക് മാറ്റാനായിട്ട് നമുക്കെതിരെ ഉപയോഗിക്കാം? എ ഓർ ആനെ ഉപയോഗിക്കാം. അപ്പൊ നാലാമത്തെ ഉപയോഗം എന്താന്ന് വെച്ചാൽ, നൗൺ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാം. നൗൺ ബിഹേവിയർ ഫോർ വെർബ്സ്. ശരി, വെർബിന് എന്തെടുക്കാം? നൗൺ ബിഹേവിയർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഐ ആം ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയുന്ന സെന്റൻസിനകത്ത് ഗോ എന്ന് പറയുന്ന ക്രിയ കഴിഞ്ഞിട്ട്, ഫോർ പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു വാക്ക് വന്നു. ഇത് തന്നെ നമുക്ക് പ്രിപ്പോസിഷൻ വരാതെയും വരാം. He is telling a lie. He is telling a lie. അവിടെ ടെൽ എന്ന് പറയുന്ന ക്രിയയുണ്ട്, ലൈ എന്ന് പറയുന്ന ക്രിയയുണ്ട്. ശരി, പക്ഷെ ഈ എ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ രണ്ട് ക്രിയയായിട്ടിരുന്ന ഈ എ ഇല്ലായിരുന്നുവെങ്കിൽ ഇതെന്ത് സംഭവിച്ചനെ? ടെൽ എന്ന് പറയുന്ന ഒരു ക്രിയ വന്നേനെ, ലൈ എന്ന് പറയുന്ന വേറെ ക്രിയ വന്നേനെ. ഈ ലൈയുടെ ആ ക്രിയ എന്നുള്ള കളയാൻ വേണ്ടിയിട്ട് ഒരു വെർബ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഒരു വെർബ് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തത്? അതിനെ നൗൺ ആക്കാൻ വേണ്ടി നമ്മൾ എന്തെടുത്തു? നമ്മൾ അവിടെ ഒരു ആർട്ടിക്കിൾ ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തുവായി? എ ലൈ എന്ന് പറയുന്നത് ഇപ്പൊ എന്തിന്റെ സ്വഭാവം കാണിക്കും? നൗണിന്റെ സ്വഭാവം കാണിക്കും. അപ്പൊ നൗണിന്റെ ബിഹേവിയർ കാണിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു വെർബിനെ നൗണിന്റെ ബിഹേവിയറിലേക്ക് മാറ്റേണ്ടി വരുമ്പോൾ അത് ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകിൽ വെർബിന് ശേഷം വരികയോ അല്ലെങ്കിൽ പ്രിപ്പോസിഷന് ശേഷം വരികയോ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്കൊരു വെർബിനെ നൗൺ ബിഹേവിയറിലേക്ക് മാറ്റേണ്ടി വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? എ ഓർ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ ഉപയോഗിക്കാം. അതാണ് നമ്മൾ നാലാമത്തെ കണ്ടീഷൻ പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം എക്സാമ്പിൾസ്. ഐ ആം ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറയുന്ന ക്രിയയാണ്, വാക്ക് എന്ന് പറയുന്ന ക്രിയയാണ്. നമുക്കറിയാം ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്, ക്രിയ എന്ന് മാത്രമല്ല ഫോർ എന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നൗൺ തന്നെയാണ് വരേണ്ടത്. അങ്ങനെ നൗൺ വരുന്നുണ്ടെങ്കിൽ വാക്ക് എന്ന് പറയുന്ന ക്രിയയാണ്.
അപ്പൊ അങ്ങനെ ക്രിയ ഒരു പ്രിപ്പോസിഷന് ശേഷം വരാൻ പറ്റത്തില്ല. അപ്പൊ നൗണിന്റെ സ്വഭാവമുള്ള ഒരു വാക്കായിട്ട് അതിനെ മാറ്റണമെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ എന്ത് ചേർക്കണം? ഒരു ആർട്ടിക്കിൾ എ ഓർ ആൻ ചേർത്ത് കൊടുക്കണം. ഇവിടെ വാക്ക് എന്ന് പറയുന്ന ഒരു കൺസോണന്റ് സൗണ്ട് ആയിട്ട് എ ചേർത്തു. മനസ്സിലായല്ലോ? അടുത്ത നോക്കാം. ഹീസ് ടെല്ലിങ് എ ലൈ എന്ന് പറയുന്നത്, ടെൽ എന്ന് പറയുന്നത് എന്താണ്? ക്രിയ. ലൈ എന്ന് പറയുന്നത് വീണ്ടും ക്രിയയാണ്. അപ്പൊ രണ്ട് ക്രിയയും കൂടെ ഒരുമിച്ച് വരാൻ ആകത്തില്ല. അപ്പൊ ഒരെണ്ണത്തിന് നമ്മുടെ ഈ ക്രിയയുടെ ഓബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്തിനെ മാറ്റി? ലൈ എന്ന് പറയുന്ന, ലൈ എന്ന് വെച്ചാൽ കള്ളം പറയാന്ന്, ശരിയല്ലേ? അപ്പൊ ലൈ എന്ന് പറയുന്നതിനെ നമ്മൾ എന്തെടുത്തു? ഒരു നൗണിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റി, കള്ളം എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റി, നാമരൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ ഉപയോഗിച്ചു? ആർട്ടിക്കിളിനെ ഉപയോഗിച്ചു. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? ഹി ഈസ് ടെല്ലിങ് എ ലൈ. അപ്പൊ നാലാമത്തത് അതാണ് നൗൺ ബിഹേവിയർ ഫോർ വേർബ്സ്. അതായത് ഏതെങ്കിലും ഒരു വെർബിനെ നമ്മൾ എന്താ നൗണിന്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം? അതിനെന്ത് ഉപയോഗിക്കാം? എ അല്ലെങ്കിൽ അന്നെ ഉപയോഗിക്കാം. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞു, പിന്നെ അത് ഏതോ ഒന്നെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ക്രിയയെ അതിന്റെ നാമരൂപത്തിലേക്ക് മാറ്റാനും നമുക്ക് എന്തെടുക്കാം? ഇത് ഉപയോഗിക്കാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ മറുപടി തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.